അന്ന് മാങ്ങയുടെ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആഫ്രിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട്സിനെ കുറിച്ച് കാണിച്ചായിരുന്നു ഒരു സീസൺ അനുസരിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് എല്ലാ ദിവസവും നമ്മൾ ചക്കയും മാങ്ങയും മാത്രം കണ്ടാൽ മതിയാണ്. ഇത് സൗത്ത് ആഫ്രിക്കയുടെ മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ്, മുറുള്ള ഫ്രൂട്ട് എന്ന് പറയും. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് കണ്ടാലോ, ഇതെന്താണ് ഏതാണ്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും. ഇതിന്റെ ഒരു ഡ്രിങ്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, മിക്കവാറും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്നത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമല്ല ആഫ്രിക്ക മൊത്തത്തോടെ കാണുന്ന ഒരു ഫ്രൂട്ടാണത്. ഇതൊക്കെ ഇപ്പോൾ ഒന്നോ രണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും കുഴപ്പമില്ല, കുറച്ചധികം കഴിക്കുമ്പോഴത്തേക്കാണ് ഒരു പിക്കാവുന്നത്. അത് നമ്മൾ അനിമൽ പ്ലാന്റ്സ്, ഡിസ്കവറി അങ്ങനെയുള്ള ചാനലുകളിലൊക്കെ പണ്ട് ചെറുതിൽ കാണാറില്ലേ, ഈ ആഫ്രിക്കയിലെ മൃഗങ്ങളെല്ലാം ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് ഇങ്ങനെ നല്ല കിക്കായിട്ട് ഇങ്ങനെ നടക്കുന്ന ആ സംഭവമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിന്റെ സീഡ് വെച്ചിട്ട് നമ്മൾ സ്കിൻ കെയർ ഓയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഹെയർ സിറം, എന്നുവെച്ചാൽ ഇതിന് ഒരു തിക്ക് അല്ല, ഒരു തിന്നായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് അവിടെ ഓയിലിന് വരുന്നത്. പിന്നെ ഇതിന്റെ ജ്യൂസ് വെച്ചിട്ട് ലിക്കർ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇവര് എന്താ പറയുക, ഒരു 7 ദിവസമൊക്കെ ഇതിന് എയർടൈറ്റായിട്ട് നല്ല കറണിയിലൊക്കെ വെച്ചിട്ട് നല്ല പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചിട്ട് അതിന് ബീറിന് പകരമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചിലർ അതിനെ തന്നെ തൊലിയോട് കൂടി തന്നെ അങ്ങനെ ഫോർക്ക് വെച്ച് ജസ്റ്റ് ഹോളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ട് വെക്കാറുണ്ട്. ചിലർ അതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിന്റെ അകത്തുനിന്ന് പൾപ്പ് എടുത്തിട്ട് ആ പൾപ്പിൽ പഞ്ചസാരയിട്ട് ഇറക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വെക്കാറുണ്ട്. പല രീതിയിൽ ഇങ്ങനെ ഇവിടുത്തെ വില്ലേജ് ഏരിയയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓറഞ്ചിനേക്കാളും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണത്. അപ്പം ഞാൻ ഇത്രയും പറക്കി എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചൊക്കെ പച്ച കളറിലുണ്ട്. അത് 2 ദിവസത്തിനകത്ത് ഇതൊക്കെ ഒന്ന് പഴുക്കും. അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ പഴുത്തതാണ്. അപ്പം ഞാൻ ഇതിനെ ഒന്ന് കാണിച്ചു തരാം. ഇത് തൊലിക്ക് അത്യാവശ്യം കട്ടിയുള്ളതാണ്. നല്ലതുപോലെ അതിൻ്റെ ചാറ് തെറിച്ചു പോയി. നല്ല ജ്യൂസാണ്. ജ്യൂസ് വന്നിട്ട് അതിൻ്റെ കുരു ഏകദേശം അതിൻ്റെ ഫ്ലഷും കഴിഞ്ഞിട്ട് ഈ ഒരു വലുപ്പം അതിനകത്തുണ്ട് കുരു. ഇത് ശരിക്കും നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കുന്ന മാങ്ങയുടെ ഒരു ടേസ്റ്റാണ്. ശരിക്കും വായനൊക്കെ വെള്ളം വരെ നമുക്ക് ഒരു പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന്. ഇതിന്റെ മരത്തിന്റെ തോല് വെച്ചിട്ട് ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള ചികിത്സയ്ക്കൊക്കെ അത് ഉപയോഗിക്കാറുണ്ടെന്നാണ് ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞതാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് വെച്ചിട്ട്, ഈ ഫ്രൂട്ട് വെച്ചിട്ടാണ് അമ്രൂള എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള, സൗത്ത് ആഫ്രിക്കയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണത്. ആൽക്കഹോളാണ്. അപ്പോൾ അത് സാധാരണ കണക്കല്ല, എല്ലാവരും വെള്ളം ഒഴിച്ചിട്ടൊന്നുമല്ല, ഒന്നുകിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് കഴിക്കും. ഒത്തിരി തിക്കായിട്ടുള്ളൊരു ലിക്കറാണത്. അല്ലെങ്കിൽ അതിന് പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അതിനെ കഴിക്കുന്നത്. ഒരു ഷേക്ക് പോലെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് പല രീതിക്ക് ആളുകൾ കഴിക്കാറുണ്ട്. അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതൊക്കെ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് വൈനോ ബീറോ അല്ലെങ്കിൽ ഇവരുടെ വാറ്റുന്നതോ എന്തെങ്കിലും ഞാനൊന്ന് ചെയ്ത് നോക്കണമെന്ന് എനിക്ക് വലിയതുണ്ട്. അപ്പം ഞാനങ്ങനെ ചെയ്ത് നോക്കി സക്സസ് ആവുകയാണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.